നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ. DGPയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻകുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. Congratulations, Matthew. You have proved it. DGP നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതിനാണ്. താങ്ക് യു സർ. ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ബുദ്ധിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തോറ്റത് അബ്ദുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയി നിങ്ങൾ ഈ അയ്യറയാണ് മുട്ടുകുത്തിച്ചത്. ഗുഡ്. നിങ്ങളുടെ ജയത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നല്ല തുടക്കം. ആ സെക്രട്ടേറിയറ്റ് ഇഷ്യൂ മാത്യു ഹർജി തയ്യാറാക്കിയിട്ടുണ്ട്. അയ്യർ സാർ ഒന്ന് നോക്കണം. ഹർജിയാ? സെക്രട്ടേറിയറ്റ് കേസാണ്, അങ്ങ് ഏറ്റെടുത്തോണേ. എന്റെ പൊന്നു മോളെ. എന്ത് പറ്റി? ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. വാ നമുക്ക് ഓട്ടം പിടിച്ചു പോവാം. ആവശ്യത്തിനൊരു ഒറ്റ ഓട്ടോ കാണത്തില്ല, അല്ലെങ്കിൽ കാലിന്റെ അല്ല കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കയറി പോകും. DGPയുടെ മകളല്ലേ? ആ കുക്കു. ലോ കോളേജിൽ പഠിക്കുന്ന DGPയുടെ മകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട വകയിൽ മുൻ വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണൻകുട്ടി വഞ്ചിയൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടിയാനെയും ആ കേസ് ബാധിച്ച് അയച്ച വക്കീലിനെയും മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ഒന്നുകൂടി കോടതി കയറ്റാം. അങ്ങനെയാണെങ്കിൽ അവളെ അല്ല, ആദ്യം കോർപ്പറേഷനാണ് കയറ്റേണ്ടത്. നികുതി കൊടുക്കുന്ന റോഡാ, കുണ്ടും കുഴിയും കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെതിരെ ടി നാരായണൻകുട്ടി ആദ്യം സെക്രട്ടേറിയറ്റ് കേസ് ഒന്ന് ശരിയാക്കാം. ഹലോ ഹലോ പ്ലീസ് പ്ലീസ് ഓട്ടോ. എങ്ങോട്ടാ? വഞ്ചിയൂര്. പറ്റില്ല. പറ്റില്ലെന്നോ? പിന്നെന്തിനാ 4 ഹെയർ ബോർഡും വെച്ച് വണ്ടി ഓടിക്കുന്നത്? സാറിനെ നിയമം പഠിപ്പിക്കണം. നമുക്ക് വേറെ വണ്ടി പോകും. ഇവൻ കച്ചട. അവൻ ആരോ എന്തോ ആയിക്കോട്ടെ. 4 ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എന്നർത്ഥം. ഈ വണ്ടി വാടകയ്ക്ക് ഓടുന്നതാണോ? മൂപ്പരിന്റെ ഡ്രൈവറാണോ? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം. ട്രാഫിക് നിയമം. മാറ്റി വണ്ടി കയറ്. വണ്ടി വിടറോ വഞ്ചിയൂർ കോടതിക്ക്. മീറ്റർ ഇട ചക്ക. ചീഫ് മിനിസ്റ്റർ പബ്ലിക് സർവന്റ് ആണ്. സുപ്രീം കോടതി ഡിസിഷൻസ് ഉണ്ടല്ലോ. എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സൈറ്റേഷൻ AR 1979 SC 898. അതേപോലെ വേറെ കേസില് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് രാംദാസ് ശ്രീനിവാസ് നായിക്. എക്സാക്ട്ലി. ഈ ജഡ്ജ്മെന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേസ് റെഫർ ചെയ്താൽ നമ്മൾ ജയിക്കും. ഷുവർ ജയിക്കണോ അയ്യർ സാറേ? ഈ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സർവൻസ് അല്ലേ? അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതിയല്ലേ ഇവരുടെയൊക്കെ അന്നം. അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റൂ. ഒന്ന് വന്നേ. ഞാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണ് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറ. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? പിടിച്ചേ. അങ്ങനെ കുറെ കാലം ജീവിച്ചിരിക്കണം ഒരാഗ്രഹം ഇല്ല മക്കളെ. നീ മീറ്റർ ഇടാം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരു ആഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുജന താൽപര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിംഗ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. കോൺഫെഡറേഷൻ സിന്ദാബാദ്. കോൺഫെഡറേഷൻ സിന്ദാബാദ്. തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക. പഞ്ചിംഗ് കാർഡ് സിസ്റ്റം വേണ്ടേ വേണ്ട.
സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം. ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്ത് കയറി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ പിന്നെ സ്വാതന്ത്ര്യം. തോന്നിയാസ് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണി പണി പണിയെടുക്കണം. മാസാമാസം എണ്ണി മേടിക്കണതേ കാറ്റും കാട്ടൊന്നുമല്ലല്ലോ. എനിക്ക് പണിയെടുക്കണം, അകത്ത് പോകണം. വഴിമാറ്. ചന്ദ്രൻ നാരായണകുട്ടിക്ക് വേണ്ടി എസ്കോർട്ട് കൊടുക്കും. ഓ ശരി സാർ. വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അകത്ത് പണിക്ക് കയറണം. മണി 10 10 10 10 10 10 10 മണിക്ക് എന്താണോ സാറിന്റെ അല്ലേ സാർ? സാറിന്റെ അല്ലേ സാർ? ചന്ദ്രൻ ചന്ദ്രൻ സാറേ പോവാൻ പറ്റില്ല, ഇയാളുടെ വയറ് 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 മാറ്റിയെടുക്കണം. മാറ്റി മാറ്റി ലേശം മാറിക്ക്, ലേശം. ഇനി പോയിക്കൂടെ? എസ്കോട്ട് എസ്കോട്ട് എന്തോ സാറേ മൂന്നാർ ഓപ്പൺ ആണ്. അയ്യോ സോറി കേട്ടോ, സാർ ഇരിക്കുക. കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഓ നിങ്ങളോടും കൂടിയാ. അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും പ്ലീസ്. ആ ബി കംഫർട്ടബിൾ. എന്റെ മടിച്ച സർക്കാർ ജീവനക്കാരുടെ കൊമ്പൊടിച്ചു ആ വക്കാലത്ത് നാരായണ. ഈ കണ്ടില്ലേ, സമ്മതിക്കണോ അല്ലേ? ലിസ്റ്റിൽ അടുത്ത അടി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് കിട്ടുമ്പോ നേരെയാവും. പോലീസുകാരൻ അടിക്കാൻ അറിയില്ലൂടെ? ആ വക്കാലത്തിന്റെ കാട്ടിൽ നടക്കുന്ന ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല. ഞാൻ എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. ഇപ്പോഴാണ് നീ ഒരു അഡ്വക്കേറ്റ് ആയത്. എന്ത് പറയുന്നു വക്കാലത്ത്? എല്ലാം അയ്യർ സാറിന്റെ ട്രെയിനിങ്ങാ. നോ നോ നോ, അവന്റെ ഗുരുഭക്തി. ഊത്തടോ. ആര് ഭരിച്ചാലും ഏത് മുന്നണിയായാലും നമ്മൾ അടങ്ങിയിരിക്കില്ല. നാട്ടുകാർ നന്നായാലല്ലേ നാട് നന്നാവും. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ. ആദ്യം നമ്മൾ നന്നാവണം. അതിന് മെനക്കെടണം, പണിയെടുക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലോയർ ആവണം നീ. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അപ്പോഴാണ് ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നാരായണൻകുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത്. ഈ വിത്തിൽ വലിയൊരു മരമുണ്ട്. അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളരണമെന്നില്ല. അതാണ് പ്രകൃതി, ദാറ്റ് ഇസ് നേച്ചർ. ഇത് സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ച കേസ്, രാജപ്പൻ മർഡർ കേസ്. പ്രതി ജഗന്നാഥൻ, അവനെ രക്ഷിക്ക്. ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ? മേൽക്കോടതി ഉണ്ടല്ലോ, പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യു പോരെ. അത് രണ്ടുപേര് തമ്മിൽ സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസിൽ വഴക്ക് മൂത്ത് ഒരാളെ കൊന്നു. നാട്ടു റോട്ടിലിട്ട് പട്ടാപ്പകല് നാട്ടുകാർ കാണുക. ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് തിരി താല്പര്യമില്ല. അതിന് അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമ തടസ്സമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ. പക്ഷേ മാത്യു കേസ് എടുക്കരുതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല. മാത്യു അവന്റെ മിടുക്ക് ഇനിയും തെളിയിക്കട്ടെ.
മാത്യു, നീ ഈ കേസ് ഏറ്റെടുക്കരുത്. ഇത് വെറും ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. പബ്ലിക് ഇൻട്രസ്റ്റ് എക്സാക്ട്ലി. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത്. നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ സർക്കുലേഷൻ 2 ഇരട്ടിയായി. കഥയെക്കാളും കവിതയെക്കാളും ഇപ്പൊ ഇത്തരം റിപ്പോർട്ടിംഗ് ആണ് ജനങ്ങൾക്ക് ഇഷ്ടം. മാത്യു, നീ എന്തോന്നും പറയാത്തത്? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. ജഗന്നാഥൻ രാജപ്പനെ കൊന്നതാണ്. നീ കണ്ടോ? അത് മാത്യു, സാക്ഷികളുണ്ട്. സാക്ഷികൾ അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ? കള്ളസാക്ഷികളല്ലെന്ന് ആര് കണ്ടു? ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ ദ്രോണാചാര്യർ അർജുനനെ അമ്പെയ്യാനല്ല പഠിപ്പിച്ചത്. പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ്. അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ്. സോ ഹീസ് ദ ഹീറോ. നന്നായി. അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു. പത്രത്തിൽ കൊടുക്കണോ? നീ എന്താ ഒരുമാതിരി രാവിലെ മുതൽ ഊതാൻ തുടങ്ങിയാണല്ലോ. അല്ല, ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ. അയ്യരുടെ ഓഫീസിനടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ. എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആകെ മാറിപ്പോയെന്നല്ലേ? നീ അല്ലേടാ എന്നെ അയ്യരെടുത്ത് ഉണ്ടാക്കിയത്. മാത്യു നേരിമറമ്പിൽ പ്രശസ്തനായ ഒരു വക്കീലാണോ എന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ. പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത്. നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യമുണ്ടോ? ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നിന്ന് പോവോടാ. ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ. പെട്ടെന്ന് നീ പോണ ടെൻഷനില്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ ആലോചിക്കരുത്. നേരത്തിന് ബസ് സ്റ്റാൻഡിലെത്തണം. അവര് രാവിലത്തെ ബസ്സിനല്ലേ വരുന്നത്. എനിക്ക് നിങ്ങളെ പോലെ 2 മക്കളെ മതിയായിരുന്നു. മാത്യു താമസം മാറ്റി നന്നായി. അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചത് നല്ലവനാ. തിരുവനന്തപുരം പട്ടണത്തില് പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. നിർത്ത്. വണ്ടി എടുക്കും. ആരാടി ഓട്ടോറിക്ഷ? എന്റെ റോഡിലെ സവാരി ഇറങ്ങണേ. സാർ, അവിടെ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയി സാർ. അത് നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ നിയമം കയ്യിലെടുക്കണ്ട. നിയമം ഒന്നും കയ്യിലെടുക്കുന്നില്ല. അത് സാറിനെ പോലുള്ള ഒരു കാലെടുത്ത് തട്ടി കളിക്കാനുള്ളതല്ലേ. ആവശ്യം അദ്ദേഹത്തോട് കുട്ടി പൊയ്ക്കോ. ഇവന്റെ ബലത്തിലാണ് നീ കാണിക്കണം. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ സർ, സർ പ്ലീസ്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. താങ്ക് യു സർ, താങ്ക് യു. ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. കാഷ്വാലിറ്റി എവിടെയാ? അവിടെ
ജീവൻ വെച്ചിട്ടാണോ പ്രൊസീജിയർ? വാട്ട് ദ ബ്ലഡി ഹെൽ ബിഹേവ് യുവർസെൽഫ്? എന്താ ഇത്? സർ, താനോ? എന്തിലും സംയമനം പാലിക്കുന്ന താനാണോ ഇത്? എന്തു പറ്റിയടോ തനിക്ക്? സാർ ചില നേരത്തെ ചിലതൊക്കെ കാണുമ്പോ സമനില തെറ്റിപ്പോകുന്നു സാർ. ജീവന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരാ. ഞങ്ങളെ പോലുള്ളവർ അതൊക്കെ മനസ്സിലാക്കുന്നത് ചാകാൻ നേരത്തെ. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം സാറെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം സാർ. സാർ ഫോർമാലിറ്റി. ഒരു കുഞ്ഞിന്റെ ജീവനേക്ക് അവരുടെ എന്ത് പുണ്യാക്കി സാർ. ഡോക്ടർ പ്ലീസ്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ, കൊഞ്ചു മുതൽ തിമിംഗലം വരെയുള്ള ജലജീവികൾ, കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ, എന്തിന് ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം. എന്റെ മാത്യു നിയമമൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കുറെ സമിതികൾ. ആനയുടെ വാലി പിടിച്ച കേസ്, ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ്, ഇനിയിപ്പോ നടത്തിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാം. ഇവന്മാരൊക്കെ തന്നെ ദിവസവും 100 കണക്കിന് ആടുമാടുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിന്നുന്നില്ലേ? ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് ചോദിക്കാൻ ഇവിടെ ഒരു സമിതിയില്ല, പുണ്ണാക്കില്ല. ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം. ചന്ദ്രൻ നിന്നോടുള്ള ദേഷ്യം തീർത്താണ്. എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നാരായണ, അച്ഛനും അമ്മയൊക്കെ വന്നോ? അയ്യോ അയ്യോ അയ്യോ. നീ നാട് നന്നാക്കാൻ അവതാരം എടുത്തതന്നല്ലേ? ഞങ്ങളെ നോക്കാൻ നിനക്കെവിടാ നേരം? ഏട്ടാ, ആക്സിഡന്റ് പെട്ട കുട്ടിക്ക് സീരിയസ് ആണോ? അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമില്ല. ആ, ഇനി കഥ മുഴുവൻ ഇവിടെ വിസ്തരിച്ചു കൊടുക്ക. അല്ല പിന്നെ വഴിയറിയാത്ത നാടാ. ഞങ്ങളുടെ കാര്യം പോട്ടെ, പ്രായം വന്നൊരു പെണ്ണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ? ഓ, ക്ഷമിച്ചു കളാ. അവള് തുടങ്ങി. അവക്കിനി നാരായണൻകുട്ടിയെ 10 പറഞ്ഞാലേ തൃപ്തിയാവും. പെറ്റ തള്ളയ്ക്ക് മക്കളെ ചൊല്ലി നോവുണ്ടാവൂ. മാത്യു, എന്തായാലും ആ അയ്യരുടെ കൂടെ കൂടിയത് നന്നായി. ആള് ബുദ്ധിരാക്ഷസനാ. ഇവിടത്തെ പോലീസ് എങ്ങനെ? ഇതിപ്പോ പഴയ മാത്യു ഒന്നും അല്ല. നിങ്ങളൊക്കെ എന്താ കരുതിയത്? കാക്കിക്കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രമൊഴിക്കുന്ന വക്കീലാണ് മാത്യു നേരുപറമ്പിലെന്നും. നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കയറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും. ഒന്ന് പറഞ്ഞു കൊടുത്താ മാത്യു, നീ ഇവരെ കൂടെ ഒന്ന് നേരെയാക്ക്. ഏട്ടൻ എന്താ ഇപ്പൊ ഒരു വളവ്? അമ്മ പറഞ്ഞത് കത്തിയില്ലല്ലേ? സ്വന്തം ജീവിതം നായ നക്കി പോകരുതെന്ന് അല്ലേ അമ്മേ? മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? മിനിമം ഡൊണേഷൻ 25,000 റുപ്പീസ് ഉണ്ട്. കൂടുതൽ തരുന്നവരുമുണ്ട്. 25,000 രൂപയോ? നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ. എനിവേ മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. 10,000 അടച്ചാൽ മതി. ഇല്ല, ക്യാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി. നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നോ 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 നോ. എടുക്കേ മക്കാലത്ത് നാരായണൻകുട്ടി എനിക്ക് ശരിക്കറിയില്ല. ഒരു നയ പൈസ തരില്ല ഞാൻ. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. അതിനെന്തിനും ഡൊണേഷൻ? പിന്നീട് എന്തൊരു നേഷൻ ഇത്? ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ നാരായണൻകുട്ടിയെ കിട്ടില്ല. സമ്മതിക്കില്ല ഞാൻ. പ്ലീസ്. നോ. എങ്കിൽ നോ അഡ്മിഷൻ. അവർ പണം നിന്നോട് ചോദിച്ചതിന് ഇപ്പൊ തെളിവില്ല. നീ പണം അടച്ച് രസീത് വാങ്ങിക്ക്. നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കണം. എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞു കിടക്കില്ലേ? കുത്തഴിഞ്ഞ് കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടിക്കെട്ടിക്കൊള്ളൂ എങ്ങനെ വേണമെങ്കിലും. ബട്ട് മാത്യു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും? ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത്. തീരുമാനവും എടുത്തു കഴിഞ്ഞു. ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി. നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. ഐ എം വെരി വെരി സോറി. ഞാനത് നിന്നോട് പറഞ്ഞില്ല, വിട്ടുപോയി. നമ്മുടെ എക്സ് മിനിസ്റ്റർ ശശീറക്കുറുപ്പിന്റെ സണ്ണിലയുടെ ഫാദറാണ് കോളേജിന്റെ ട്രസ്റ്റി. ആ നാരായണൻകുട്ടി കാപ്പുടിച്ചിട്ട് പോയാൽ മതി. നോ താങ്ക് യു. അയ്യർ സാറ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല എന്റെ സ്വാമി. LKG മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി. എന്തിന് LKG ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോൾ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി ആര്? ഓ, ഇതൊക്കെ തന്തയും തള്ളയെ അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. അല്ല, അങ്ങനെ കൊടുക്കണമല്ലോ. എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്. സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷന് പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 രൂപയാണ്. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ. പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷെ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി 1ാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല.
ഇവിടെ പാഠ്യ പദ്ധതിയിൽ 100,000 വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പുണ്ടാക്കാൻ. അല്ല, സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ? അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ച് പറയെ, ഈ പകൽക്കൊള്ളയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാനുള്ള നിങ്ങളുടെ വ്യാഖ്യാനമുള്ള നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക, ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം? തന്റെ ഏട്ടന് 10,000 രൂപ തിരിച്ചു കൊടുക്കാം, പലിശ സഹിതം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, നിവേദിത TC വാങ്ങി പോകണം. അവൾ എന്തിനാ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഇവിടെ ആരും ചത്തില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും. മതിയടാ, നിന്റെ ന്യായവാദം മതി. എനിക്ക് കേൾക്കണ്ട. നീ കിടന്ന് തുള്ളുന്ന എന്തിനാണെന്ന് എനിക്കറിയാവടാ. 10,000 രൂപ അവക്ക് വേണ്ടി നീ എണ്ണി കൊടുത്തതിന്റെ എണ്ണമാണെങ്കിൽ ഇന്നാടാ. അമ്മേ, എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. ഉള്ളതുണ്ടല്ലേ മക്കളെ, ഒരു കുടുംബം സംരക്ഷിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കണ്ട അണ്ടനെ അടകൊടനെയും കേസിൽ കുടുങ്ങിയ രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കിടപ്പാടം വരെ വിൽക്കാൻ തയ്യാറാവും. സ്വന്തം പെങ്ങളുടെ കാര്യത്തിലാവുമ്പോ സഹിക്കുന്നില്ലല്ലേ? ആരുടെയും മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലോ, നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ തെറ്റായി പോയിന്ന് ദാ ഇപ്പൊ അമ്മയും. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി പണം വാങ്ങരുത്, സർക്കാർ വിജ്ഞാപനം. നാരായണൻകുട്ടിയുടെ ചരിത്ര വിജയം. എടിയേ, നീ എന്താ പറഞ്ഞത്? അവൻ മാറിയെന്ന്. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം. എനിക്ക് അഭിമാനമുണ്ടടി. നീ അഭിമാനിക്കടി. അയ്യോ, ചീഫ് ഗസ്റ്റോ? ഞാനോ? ലോക നിയമദിനത്തിന് സാർ തന്നെ ചീഫ് ഗസ്റ്റ് ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതെന്റെ സ്കൂട്ടറാ. ഓ സോറി. ഈ മുഖ്യാതിഥിയായിട്ടൊക്കെ ഞാന് ക്ഷണനം നിരസിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ക്ഷണനം അല്ല കുട്ടി, ക്ഷണം. അതെ, എവിടെയാ ഫംഗ്ഷൻ? ലോ കോളേജില്. ഓ, കുട്ടിയുടെ അച്ഛൻ DGP ആണല്ലോ. ഇനിയിപ്പോ ഫംഗ്ഷൻ വന്നില്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് തല്ലിക്കായിരിക്കും. ഓക്കെ, ഞാൻ വരാം. വെൽക്കം.